മക്കളെ, ഒരു യുദ്ധം ഒഴിവാക്കുവാൻ ധാരാളം പേർ ശ്രമിച്ച് പരാജയപ്പെട്ടു. ദുര്യോധനൻ്റെ പിടിവാശിയായിരുന്നു എല്ലാത്തിനും കാരണം. യുദ്ധം നടന്നാൽ ഭീഷ്മരുടെയും ദ്രോണരുടെയും കർണൻ്റെയും ശക്തി കൊണ്ട് പാണ്ഡവരെ തോൽപ്പിക്കാമെന്നും പിന്നീട് അവർക്ക് യാതൊന്നും കൊടുക്കേണ്ടി വരികയില്ലെന്നും ദുര്യോധനൻ വിശ്വസിച്ചു. കൗരവർ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും പാണ്ഡവർ 5 പേരുടെ ശക്തിക്ക് മുന്നിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് ഭീഷ്മർ, ദ്രോണർ, കൃപർ, വ്യാസൻ, ധൃതരാഷ്ട്രർ, ശ്രീകൃഷ്ണൻ എന്നിവരൊക്കെ പറഞ്ഞെങ്കിലും ദുര്യോധനൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഒടുവിൽ യുദ്ധം നടത്തുവാൻ തന്നെ തീരുമാനമായി. ഇരുവിഭാഗവും കുരുക്ഷേത്രത്തിൽ വന്ന് താവളമടിച്ചു. യുദ്ധത്തിൽ പാലിക്കേണ്ട വ്യവസ്ഥകളെക്കുറിച്ച് ഇരുവിഭാഗവും തമ്മിൽ ചർച്ച ചെയ്ത് ധാരണയിലായി. യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോഴപ്പോൾ അന്ധനായ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞുകൊടുക്കുവാൻ സഞ്ജയൻ എന്ന ധൃതരാഷ്ട്രയുടെ സേവകന് വ്യാസൻ ദിവ്യദൃഷ്ടി നൽകി അനുഗ്രഹിച്ചു. സഞ്ജയൻ തൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണുന്ന യുദ്ധവിശേഷങ്ങൾ ധൃതരാഷ്ട്രരെ അറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വേദവ്യാസൻ ധൃതരാഷ്ട്രരെ കണ്ട് അദ്ദേഹത്തെ പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെല്ലാം സ്വയം അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വ്യാസൻ മടങ്ങിപ്പോയി. ഭൂമിക്ക് വേണ്ടി രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നത് എന്തിനാണെന്ന് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിച്ചു. ഭൂമിയിൽ നിലകൊള്ളുന്ന ചരാചരങ്ങളെല്ലാം ഭൂമിയുടെ ശക്തിയാൽ നിലകൊള്ളുന്നതിനാൽ അതിൻ്റെ അവകാശം നേടുവാൻ വേണ്ടി എല്ലാവരും ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണെന്ന് സഞ്ജയൻ വിശദീകരിച്ചു. ധൃതരാഷ്ട്രർ ദുഃഖത്തോടെ മൗനമായി ഇരുന്നു. മഹാഭാരത യുദ്ധം ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കഥകളിലൂടെയാണ് യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ വ്യാസൻ വിവരിക്കുന്നത്. അന്നൊരു ദിവസം ധൃതരാഷ്ട്രർ ചിന്താകുലനായി ദുഃഖത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സഞ്ജയൻ യുദ്ധഭൂമിയിൽ നിന്നും ഓടിക്കിതച്ച് എത്തി. ധൃതരാഷ്ട്രോട് പറഞ്ഞു, രാജാവേ, ഗംഗാപുത്രൻ വീഴ്ത്തപ്പെട്ടു. ഭീഷ്മ പിതാമഹൻ ശരശയ്യയിലാണ്. കാശി രാജാവിൻ്റെ പെൺമക്കളുടെ സ്വയംവര സദസ്സിലെത്തി എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് 3 രാജകുമാരിമാരെയും പിടിച്ചുകൊണ്ടുവന്ന ഭീഷ്മർ യുദ്ധമുന്നണിയിൽ മരണശയ്യയിൽ കിടക്കുന്നു. ലോകത്തുള്ള വില്ലാളികളുടെ എല്ലാം ആശയും ആവേശവുമായിരുന്ന ഗംഗാപുത്രൻ സ്വന്തം ഗുരുവായ പരശുരാമനെ പോലും നിഷ്പ്രഭനാക്കിയ വില്ലാളി ഇന്നിതാ ശിഖണ്ഡിയുടെ ശരങ്ങളേറ്റ് വീണുകിടക്കുകയാണ്. ഏറ്റെടുത്ത പ്രതിജ്ഞ പാലിക്കാൻ സ്വന്തം ജീവിതം ഹോമിച്ച ആ ധനുർധരൻ ഇപ്പോഴിതാ കുരുക്ഷേത്ര ഭൂമിയിൽ കൊടുങ്കാറ്റിൽ നിലം പതിച്ച വൻമരം പോലെ വീണുകിടക്കുന്നു. സ്തംഭിച്ചുപോയ ധൃതരാഷ്ട്രൻ ഇടർന്ന ശബ്ദത്തിൽ ചോദിച്ചു, സഞ്ജയ, ഭീഷ്മർ നിലം പതിച്ചു വന്നു. എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്? ഈ ദുരന്ത വാർത്ത എൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്നു. യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന് മുന്നിലും പിന്നിലും ആരെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്? ശക്തിയേറിയ വില്ലും ശരങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ രഥവും അദ്ദേഹത്തിനുണ്ടായിരുന്നുവല്ലോ. പോർമുഖത്ത് അദ്ദേഹത്തെ കണ്ട് പാണ്ഡവർ ഞെട്ടിവിറച്ചിരുന്നില്ലേ? കഴിഞ്ഞ 10 ദിവസമായി അദ്ദേഹം പാണ്ഡവ സൈന്യത്തിന് കടുത്ത നാശമാണ് വരുത്തിയത്. എന്നിട്ട് അദ്ദേഹം പോയി എന്നോ? സഞ്ജയ, ദ്രോണരും കൃപരും ഭീഷ്മർക്കൊപ്പം ഉണ്ടായിരുന്നതല്ലേ? എന്നിട്ടും പറയൂ, കൗരവരിൽ ആരെല്ലാമാണ് അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നത്? ദേവന്മാർക്ക് പോലും അജേയനായിരുന്നു ആ മഹാരഥൻ. അദ്ദേഹത്തെ ശിഖണ്ഡി എങ്ങനെ വധിച്ചു? എൻ്റെ ഹൃദയം ഒരു ശിലയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഭീഷ്മരുടെ ചരമവാർത്ത കേൾക്കുമ്പോൾ അത് തകർന്നു വീഴേണ്ടതല്ലേ? അവസാന സമയത്ത് ഗംഗയൻ ഏത് വിധത്തിലാണ് പാണ്ഡവരുമായി യുദ്ധം ചെയ്തത്? എൻ്റെ മകൻ്റെ സൈന്യം അനാഥമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വാർത്തയറിഞ്ഞ് ദുര്യോധനൻ എന്തു പറഞ്ഞു? സഞ്ജയ, മറ്റു മഹാരഥന്മാർ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ദുഃഖിതനായിരുന്നു. ഇനി യുദ്ധം എങ്ങനെ മുന്നോട്ട് പോകും? ഭീഷ്മരിലായിരുന്നു എൻ്റെ പ്രതീക്ഷ. പറയൂ സഞ്ജയ, എല്ലാം വ്യക്തമായി വിവരിച്ചു തരൂ. എൻ്റെ മകൻ്റെ ദുർവിധിയാണോ ഇതിനെല്ലാം കാരണം? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ക്ഷമയോടെ കേട്ടാലും അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ കുറ്റം ദുര്യോധനൻ്റെ മേൽ മാത്രം ചാർത്തേണ്ട. അങ്ങയുടെ ദുഷ്പ്രവൃത്തികളുടെ നിഷ്ഠുര ഫലങ്ങളാണ് ഇതെല്ലാം. അത് അനുഭവിക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവരുടെ തലയിൽ കുറ്റങ്ങളെല്ലാം കെട്ടിവെക്കുന്നത് ശരിയല്ല. പാണ്ഡവരുടെ നേർക്ക് നിങ്ങൾ പ്രയോഗിച്ച ചതിവുകളും വഞ്ചനകളും അവർ മനസ്സിലാക്കിയിരുന്നു. ബുദ്ധിമാന്മാരായ അവർ അങ്ങയെ ഓർത്ത് മാത്രമാണ് ഇത്രകാലം അടങ്ങിയിരുന്നത്. അവരുടേതല്ലാത്ത കുറ്റത്തിൻ്റെ ശിക്ഷയും ഏറ്റുവാങ്ങി അവർ വനത്തിലേക്ക് പോയത് അങ്ങയെ കരുതി മാത്രമാണ്. മഹാരാജാവേ, മഹാത്മാവായ വ്യാസഭഗവാൻ എനിക്ക് കനിഞ്ഞ് അരുളിത്തന്ന ദിവ്യദൃഷ്ടി, ത്രികാലജ്ഞാനം, ആകാശസഞ്ചാരം എന്നീ ശക്തികളാൽ ഞാൻ കണ്ടതും അറിഞ്ഞതുമായ യുദ്ധരംഗത്തെ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ അങ്ങേക്ക് വിവരിച്ചു തരാം. പാണ്ഡവ കൗരവ സമൂഹത്തിൽപ്പെട്ട
മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ സൈന്യം കുരുക്ഷേത്ര ഭൂമിയുടെ ഇരുവശങ്ങളിലുമായി നിരന്നു. അപ്പോൾ ദുര്യോധനൻ ദുശാസനോട് പറഞ്ഞു, അനുജ, ഭീഷ്മ പിതാമഹൻ്റെ സുരക്ഷയ്ക്കുള്ള രഥസൈന്യത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായി നിർത്തിക്കൊള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യം സ്ത്രീയായി ജനിക്കുകയും പിന്നീട് പുരുഷനായി മാറുകയും ചെയ്ത ശിഖണ്യ ഒഴികെ മറ്റാരോടും അദ്ദേഹം യുദ്ധം ചെയ്യുമെന്ന്. അതിനാൽ ശിഖണ്യയുടെ മേൽ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. എൻ്റെ സൈനികർക്കെല്ലാം ശിഖണ്യയെ വധിക്കുവാൻ ഞാൻ ഉത്തരവ് നൽകിക്കഴിഞ്ഞു. അസ്ത്രനിപുണന്മാരായ രാജാക്കന്മാർ മുഴുവൻ ഭീഷ്മരുടെ സുരക്ഷ മാത്രം ശ്രദ്ധിക്കട്ടെ. നീ കണ്ടോ, അർജുനൻ്റെ തേരിന് ഇടതുവശത്ത് യുധാമന്യുവും വലതുവശത്ത് ഉത്തമൗജസും നിൽക്കുന്നു. ഇരുവരും സമർത്ഥന്മാരായ വില്ലാളികളാണ്. അർജുനൻ ശിഖണ്യയെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഭീഷ്മ പിതാമഹൻ ശിഖണ്യയെ അവഗണിച്ചിരിക്കുകയാണ്. അതിനാൽ ശിഖണ്യ പിതാമഹനുമായി ഏറ്റുമുട്ടാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. സൂര്യോദയത്തിന് വളരെ മുമ്പ് തന്നെ ഇരു സൈന്യവും യുദ്ധഭൂമിയുടെ ഇരുവശവുമായി അണിനിരന്നു. ആയിരക്കണക്കിന് രഥങ്ങളും അത്രയും തന്നെ ആനകളും കുതിരകളും അതിലും എത്രയോ ഇരട്ടി കാലാൾ സൈന്യവും ചേർന്ന് ശത്രുക്കളെ കെണിയിൽപ്പെടുത്തുവാനുള്ള വ്യൂഹം ചമച്ച് കാത്തുനിന്നു. ശല്യർ, ശകുനി, വിന്ദാനുവിന്ദന്മാർ, കേകേ രാജാവ്, ജയദ്രഥൻ, കാംബോജാധിപനായ സുദക്ഷിണൻ, കലിംഗരാജാവായ സുധായുധൻ, കൃതവർമാവ്, ജയസേനൻ, ബൃഹദ്ബലൻ എന്നീ 10 പേരുടെ നേതൃത്വത്തിൽ ഓരോ അക്ഷൗഹിണി വീതം നിരന്നു. ദുര്യോധനായിരുന്നു 11ാമത്തെ അക്ഷൗഹിണിയെ നയിച്ചിരുന്നത്. ഇവരോടൊപ്പം ശൂരന്മാരായ രാജാക്കന്മാരും രാജകുമാരന്മാരും സൈന്യസമേതരായി ദുര്യോധനെ സഹായിക്കാൻ അണിനിരന്നു. ഇവർക്കെല്ലാം നായകനായി ഏറ്റവും മുന്നിൽ വെളുത്ത വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിൽ ഭീഷ്മാചാര്യർ അക്ഷോഭ്യനായി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ട് പാഞ്ചാലത്തിലെയും സൃഞ്ജയത്തെയും സൈനികർ ഭയന്ന് വിറച്ചുപോയി. ഇങ്ങനെ അങ്ങയുടെ 11 അക്ഷൗഹിണി സൈന്യവും കടലിരമ്പം പോലെ ശബ്ദമുയർത്തിക്കൊണ്ട് നിരന്നു. ഇപ്രകാരം ഒരു സൈന്യവിന്യാസം കൗരവർക്കിടയിലല്ലാതെ മറ്റൊരിടത്തും കണ്ടിട്ടേയില്ല. രാജാവേ, ഭീഷ്മരും ദ്രോണരും ഓരോ പ്രഭാതത്തിലും പാണ്ഡവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ചെയ്തുപോയ ശപഥത്തിൻ്റെ പേരിൽ അവർ അങ്ങയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഒരു ദിവസം ഭീഷ്മർ രാജാക്കന്മാരെയെല്ലാം വിളിച്ച് നിരത്തി നിർത്തി. എന്നിട്ട് പറഞ്ഞു, രാജാക്കന്മാരെ, ഇതാ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യുദ്ധമെന്ന വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നിങ്ങൾക്കും പിതൃക്കളെ പിന്തുടർന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇവിടെ കഴിയും. വാർദ്ധക്യവും രോഗവും ബാധിച്ച് വീടുകളിൽ കിടന്ന് മരിക്കുക ക്ഷത്രിയധർമ്മത്തിന് ചേർന്നതല്ല. യുദ്ധം ചെയ്ത് വീരനായി മരണത്തെ വരിക്കുന്നവനാണ് ക്ഷത്രിയൻ. രാജാവേ, ഈ ആഹ്വാനം കേട്ട് ആവേശം പൂണ്ട രാജാക്കന്മാർ തിരമാലകൾ പോലെ ആർത്തിരമ്പി. കർണൻ തൻ്റെ സൈന്യത്തോടൊപ്പം പിൻനിരയിലേക്ക് മാറി. ഭീഷ്മർ കർണനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചിരുന്നു. അപ്പോൾ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, നമുക്കായിരുന്നല്ലോ കൂടുതൽ അക്ഷൗഹിണി ഉണ്ടായിരുന്നത്. എന്നിട്ടും ചെറിയ സൈന്യവും ആയി എത്തിയ യുധിഷ്ഠിരൻ എങ്ങനെയുള്ള വ്യൂഹമാണ് ചമച്ചത്? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, യുധിഷ്ഠിരൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു. അദ്ദേഹം അർജുനോട് പറഞ്ഞു, അനുജ, എതിർ സൈന്യത്തിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ അതിനെ സംഗ്രഹിച്ച് ദൂരെ നിർത്തിക്കൊണ്ട് പൊരുതണമെന്ന് ബൃഹസ്പതി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നാം സൂചിമുഖം എന്ന വ്യൂഹം ചമയ്ക്കണം. നമുക്ക് ഈ ചെറിയ സൈന്യം കൊണ്ട് അതിന് മാത്രമേ കഴിയുകയുള്ളൂ. അർജുനൻ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ വജ്രം എന്ന വ്യൂഹമാണ് തീർക്കുന്നത്. ഈ വ്യൂഹം തകർക്കാൻ ആർക്കും കഴിയില്ല. തകർക്കാൻ കഴിയാത്ത ഈ വ്യൂഹത്തിനെ മുന്നിൽ നിന്നുകൊണ്ട് ഭീമസേനൻ നയിക്കും. ഭീമനെ കാണുമ്പോൾ തന്നെ എതിരാളികൾ ഭയന്ന് വിറയ്ക്കുവാൻ തുടങ്ങും. സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, അർജുനൻ വജ്രവ്യൂഹം ചമച്ച് മുന്നേറി. വ്യൂഹത്തിനെ മുന്നിൽ നിന്ന് ഭീമസേനൻ നയിച്ചു. ധൃഷ്ടദ്യുമ്നൻ, നകുലൻ, സഹദേവൻ, ധൃഷ്ടകേതു എന്നിവർ വ്യൂഹത്തിൽ അണിചേർന്നു. അവർക്ക് പിന്നിൽ വിരാടനും ഒരക്ഷൗഹിണി സൈന്യവുമായി മുന്നേറിക്കൊണ്ടിരുന്നു. ഭീമസേനൻ്റെ രഥചക്രങ്ങൾ കാത്തിരുന്നത് നകുല സഹദേവന്മാരായിരുന്നു. ആ രഥത്തിന് പിന്നിലായി ദ്രൗപദിയുടെ പുത്രന്മാരും അവർക്ക് പിന്നിലായി അർജുനൻ്റെ അകമ്പടിയോടെ ഭീഷ്മവധത്തിന് പുറപ്പെട്ട ശിഖണ്ണിയും വരുന്നുണ്ട്. അർജുനൻ്റെ രഥസേവകർ യുധാമന്യുവും ഉത്തമൗജസുമാണ്. അംഗരക്ഷകരായി ധൃഷ്ടകേതുവും ചേകിതാനനും ഒപ്പമുണ്ട്. രാജാവേ, പാർത്ഥൻ ചമച്ച വജ്രവ്യൂഹത്തിൻ്റെ ഏത് ഭാഗത്തുകൂടി നോക്കിയാലും ഒരേപോലെ ഉള്ള പോർമുഖമായിരുന്നു. യോദ്ധാക്കളുടെ വാളുകൾ മിന്നൽ പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഗാന്ധീവധാരിയായ അർജുനൻ വ്യൂഹത്തിൻ്റെ മൊത്തം സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ സൂര്യോദയമായി. സൈനികർ പ്രഭാതവന്ദനത്തിനായി പോയി.
ആകാശം മേഘങ്ങളൊന്നുമില്ലാതെ തെളിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ടും വെള്ളടി വെട്ടുന്നു. വീശിയടിച്ച കാറ്റിൽ നിന്നും ജലകണങ്ങൾ പാറിക്കൊണ്ടിരുന്നു. 4 ഭാഗത്തു നിന്നും കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. എങ്ങും ആലിപ്പഴം പൊഴിഞ്ഞുകൊണ്ടിരുന്നു. കൊടുങ്കാറ്റിൽ ഉയർന്ന പൊടിപടലം എവിടെയും ഇരുട്ട് പരത്തി. കിഴക്ക് ദിക്കിൽ ഉൽക്കകൾ പതിച്ചുകൊണ്ടിരുന്നു. വജ്രവ്യൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭീമസേനനെ കണ്ട് കൗരവർ ഭയന്ന് വിറച്ചുപോയി. ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, പോർമുഖത്തെത്തിയ ഏതു സൈന്യമാണ് ആദ്യം പോർവിളി ഉയർത്തിയത്? സഞ്ജയൻ പറഞ്ഞു, അക്കാര്യത്തിൽ ഇരുവിഭാഗവും തുല്യർ തന്നെ. ഇരു സൈന്യവും മുഖാമുഖം നിൽക്കുന്ന കാഴ്ച അതിഭീകരമാണ്. പാണ്ഡവ സൈന്യം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും കൗരവർ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും തിരിഞ്ഞ് അഭിമുഖമായി നിലകൊണ്ടു. രാജാവേ, അങ്ങയുടെ സൈന്യത്തിൽ 100,000-ലേറെ ആനകളും ഓരോ ആനകളോടുമൊപ്പം എണ്ണമറ്റ തേരുകളും ഓരോ തേരുകളിലും അനവധി കുതിരകളെയും ബന്ധിച്ചിരുന്നു. അത്ര തന്നെ അശ്വാരൂഢരായ സൈനികർ ജാഗ്രതയോടെ നിലകൊണ്ടു. ഈ വിധത്തിലാണ് ഭീഷ്മർ വ്യൂഹം ചമച്ചതെങ്കിലും അദ്ദേഹം ഇടയ്ക്കിടെ വ്യൂഹം മാറ്റി നിർമ്മിച്ചു കൊണ്ടിരുന്നു. കൗരവർ നിരത്തിയ സൈന്യം വളരെ വലുതായിരുന്നെങ്കിലും പാണ്ഡവരുടെ ചെറിയ സൈന്യത്തിൽ കൃഷ്ണാർജുനന്മാർ നേതൃത്വം വഹിക്കുന്നുണ്ടായിരുന്നു. ആ അജയ്യ ശക്തിക്ക് മുന്നിൽ കൗരവർ എന്തു ചെയ്യുന്നുവെന്ന് നോക്കട്ടെ. സഞ്ജയൻ മനസ്സ് യുദ്ധഭൂമിയിലേക്ക് കേന്ദ്രീകരിച്ചു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.